ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 1 to 5 ആണ്. ഓക്കെ, പ്രൂവ് ദാറ്റ് ആണ് നമ്മളുടെ ചോദ്യം. തെളിയിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് നോക്കാം. sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 is equal to -1/2 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് LHS നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഓൺ LHS? sin square pi by 6 cos square pi by 3 minus tan square pi by 4. Then substitute the value for pi. It's 180. പൈയുടെ വാല്യൂ 180 എന്ന് എടുക്കുക. Then sin square 180 by 6 cos square 180 by 3 tan square 180 by 4 എന്ന് വരും. ഓക്കെ, ഇനി 180 by 6 ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറുകളൊക്കെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നോക്കിയാ 180 by 6 18 എത്ര 6 ഉണ്ട്? 3 6 18 ഒരു 0 ഇട്ട് കൊടുക്കുക. 18 by 3 6 3 18 ഒരു 0 ഇട്ട് കൊടുക്കുക. 18 by 4 ചെയ്യുക. 18 4 4 16 ബാക്കി 4 16 പിന്നെ 2 വരും ശിഷ്ടം 20 ആവും. 4 20 45. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് sin 13 16 വരുന്ന ട്രയാങ്കിളും 45 45 90 വരുന്ന ട്രയാങ്കിളിൻ്റെ റേഷ്യോ അത് നമുക്കറിയാവുന്നതാണ് അല്ലേ. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2, 45ന് ഓപ്പോസിറ്റ് 1, 90ക്ക് ഓപ്പോസിറ്റ് √2. ഇനി ഇതിൽ വാല്യൂ കൊടുക്കുക. sin 30 എന്താണോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ sin സ്ക്വയർ 30 ആയി. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ. ഇനി കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് 60യുടെ അഡ്ജസൻറ്റ് സൈഡ് 1 ആണ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പോൾ അതും 1/2ൻ്റെ സ്ക്വയർ മൈനസ് tan 45. tan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അപ്പോൾ 1/1ൻ്റെ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1/2ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്യുക. 1 + 1 2 എന്ന് കിട്ടും. 2/4 2/4ന് ചെറുതാക്കുമ്പോൾ 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2. 1/2ൽ നിന്നും 1 പോവുക, അങ്ങനെ നമുക്കിതിനെ പറയാം. ഇല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. 1 × 1 1 മൈനസ് 2 × 1 2 ഡിവൈഡ് ബൈ 2 × 1 1. 1 നിന്നും 2 പോയാൽ എത്രയാ? 1 നിന്ന് 2 പോകുമോ? ഇല്ല. അപ്പോൾ 2 നിന്ന് 1 കുറച്ചിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. -1/2 ആൻഡ് ദാറ്റ് ഈസ് ഓൺ RHS. ഓക്കെ, അപ്പോൾ LHS നിന്ന് തുടങ്ങി നമ്മൾ എവിടേക്ക് എത്തിച്ചു? RHSലോട്ട് എത്തിച്ചു. ദെൻ സെക്കൻഡ് വൺ. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ പ്രൂവ് ദാറ്റ് ആണ് കേട്ടോ. 2 sin square pi by 6 plus cosec square 7 pi by 6 cos square pi by 3 equal to 3/2. LHS നിന്ന് തുടങ്ങുക. ഓക്കെ, 2 sin square pi by 6 cosec square 7 × pi by 180 by 6 cos square × 180 by 3 ഡിവൈഡ് ചെയ്തു. നേരത്തെ പോലെ 180ന് 18നെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 6 18, അപ്പം 30. ഇവിടെ 18നെ 6 ചെയ്യുമ്പോൾ 3 6 30, 3 6 18, അവിടെ ഒരു 0 30. ഇവിടെ അതേപോലെ തന്നെ 3 ചെയ്യുമ്പോൾ 6 3 18, ഒരു 0 60. ഓക്കെ, ദെൻ വൺസ് അഗെയിൻ 2 sin square 30 cosec square 7 × 30. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 7 3 21, അപ്പോൾ 210. ഓക്കെ, 210. പിന്നെ ഇവിടെ പ്ലസ് അല്ല കേട്ടോ, ഇവിടെ കോസ് ഇവിടെ ഇൻറ്റു ആണ് വരിക കേട്ടോ. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കോസ് സ്ക്വയർ 16. ഇനി സൈൻ 210. എന്താണ് സൈൻ 210 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൈൻ 210? ഓക്കെ, എന്താണ് സൈൻ 210? സംഭവം എത്രയേ ഉള്ളൂ നോക്കിയേ. കൊസീക് സ്ക്വയർ 210ന് പകരം നമ്മൾ സൈൻ 210 എടുക്കുക. കാരണം സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പോൾ സൈൻ 210 എത്രയാണോ
അതിനനുസരിച്ച് നമുക്ക് കൊസീക്ക് സ്ക്വയർ എഴുതാൻ പറ്റും. ഇനി 210 നമുക്കറിയാവുന്ന ഒരു വാല്യൂ വെച്ചിട്ട് 180 + 30 വെച്ചിട്ട് നമ്മൾ എഴുതി. ഓക്കെ, 180 sin 180 + 30 അതാണ് 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, sin 180 + θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. എന്താണ് sin 180 + θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈനസ് സൈൻ തീറ്റയാണ്. സോ മൈനസ് സൈൻ 30 വരും. ഇത് sin 180 + 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ 30 വരും. ഇനി സൈൻ 30യുടെ വാല്യൂ കൊടുക്കുക. സൈൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ -1/2 എന്ന് വരും. ഓക്കെ, ഇനി കൊസീക്ക് 210 കാണാൻ പോവാണ്. അത് 1/sin 210 ആണ്. sin 210ന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് 210 എന്ന് പറയുന്നത്. അപ്പോൾ -1/2ന്റെ റെസിപ്രോക്കൽ അതെന്താണ്? -2/1 ആണ്. ദാറ്റ്സ് -2. അതിനെ തിരിച്ചിട്ടാൽ മതി. -1/2ന്റെ റെസിപ്രോക്കൽ എന്താണ്? -2/1 ദാറ്റ് ഈസ് -2. അങ്ങനെയും നമുക്ക് പറയാം കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് -2 എന്ന് ആൻസർ ചെയ്താം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. sin 30 എന്താണ്? sin 30 2 × sin സ്ക്വയർ 30. sin 30യുടെ സ്ക്വയർ എടുത്താൽ മതി, 1/2ന്റെ സ്ക്വയർ. പിന്നെ കൊസീക്ക് 210 നമ്മൾ കണ്ടു -2 ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു cos 60. cos 60 പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അപ്പോൾ 1/2ന്റെ സ്ക്വയർ. ഇനി സ്ക്വയറുകളൊക്കെ ഒന്ന് കാണാം നമുക്ക്. 2 × 1/2ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, പ്ലസ് -2ന്റെ സ്ക്വയർ 4 ഇൻറ്റു 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. ഈ 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോവും. ദെൻ ഈ 2ഉം 4ഉം ക്യാൻസൽ ആവും. എന്നിട്ട് ഇവിടെ 2 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്തത് 3/2 എന്ന് കിട്ടും നമുക്ക്. ഇതിനൊന്ന് ക്രോസ് ചെയ്യാം നമുക്ക്. 1 × 1 1 പ്ലസ് 2 × 1 2 ഡിവൈഡർ ബൈ 2 × 1 2. 2ലോട്ട് 1 കൂട്ടിയാൽ 3 കിട്ടും. സോ ദാറ്റ്സ് 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, ഇതിലും നമ്മൾ LHS നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടേക്ക് എത്തി? RHSലോട്ട് എത്തി. ഓക്കെ, ദെൻ തേർഡ് വൺ, കോട്ട് സ്ക്വയർ π/6 കൊസീക്ക് 5/6 3 tan സ്ക്വയർ π/6. ഇപ്പം ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോവാണ്. പൈക്ക് വാല്യൂ കൊടുക്കുക. കോട്ട് സ്ക്വയർ 180/6 കൊസീക്ക് 5 × 180/6 3 tan സ്ക്വയർ 180/6. 180നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18ൽ 3 എണ്ണം. സോ ദാറ്റ് ഈസ് 30. ഇവിടെ 18ൽ 6 3 എണ്ണം വരും. ഇറ്റ്സ് 30. 18ൽ 6 3 എണ്ണം വരും, പിന്നെ ഒരു 0 ആണ്. സോ 30. ഓക്കെ, അപ്പോൾ കോട്ട് സ്ക്വയർ 30 പ്ലസ് കൊസീക്ക് 5 × 30 പ്ലസ് 3 tan സ്ക്വയർ 30. ദെൻ 5 × 30 ചെയ്തു. കൊസീക്ക് 150, 30 × 5 150 കിട്ടും. ഇനി കൊസീക്ക് 150 ആണ് ആദ്യം കാണാൻ പോകുന്നത്. അതിന് സൈൻ 150 കാണാം. ഈ 150നെ ഞാനൊന്ന് ചേഞ്ച് ചെയ്തു, 180 - 30 എന്നാക്കി. നേരത്തെ നമ്മൾ സൈൻ 180 + θ മൈനസ് സൈൻ θ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സൈൻ 180 - θ എന്ന് പറയുന്നത് അത് സൈൻ θയാണ്. പ്ലസ് ആവുമ്പോൾ സൈൻ 180 + θ മൈനസ് സൈൻ θ, സൈൻ 180 - θ ഇറ്റ്സ് സൈൻ θ. ഓക്കെ, സോ അപ്പോൾ സൈൻ 180 - 30 അതെന്താവും? സൈൻ 30 ആവും. സൈൻ 30 എന്നാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ 1/2. ഓക്കെ, അപ്പോൾ കൊസീക്ക് 150 എന്താ? ഈ 1/2ന്റെ റെസിപ്രോക്കൽ അത് 2/1 അഥവാ 2 എന്ന് കിട്ടും. കണ്ടോ? ഓക്കെ, അപ്പോൾ കൊസീക്ക് സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പോൾ 1/2ന്റെ റെസിപ്രോക്കൽ 2 എന്നെടുത്താലും മതി. ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം, വാല്യൂ ഇട്ട് കൊടുക്കാം. കോട്ട് സ്ക്വയർ 30 കൊസീക്ക് 150 3 tan സ്ക്വയർ 30. കോട്ട് സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ, കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ്. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ tan 30 എന്താ നോക്കുക. tan 30 എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/√3 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ √3/1. കൊസീക്ക് 150 അത് 2 ആണെന്ന് കിട്ടി. 3 × tan സ്ക്വയർ 30. അപ്പോൾ tan 30 എന്താ നോക്കിയാൽ മതി. tan 30 എന്താ? 1/√3 അതിൻ്റെ സ്ക്വയർ. √3ൻ്റെ സ്ക്വയർ 3 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 2 + 3 × 1ൻ്റെ സ്ക്വയർ 1 ആണ്. √3ൻ്റെ സ്ക്വയർ
3 ആണ്. ഈ 3യും ക്യാൻസൽ ആയി പോവും. ഓക്കെ, 3/1 3 ആണ്. ബാക്കി 3/1 3 ആണ്, +2 ഇവിടെ ഒരു 1, 3ക്ക് 2 കൂട്ടിയാൽ 5, 5ക്ക് 1 കൂട്ടിയാൽ 6, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു RHS അല്ലേ? നോക്കിയാ ഇതാണ് RHS ഈക്വൽ ടു 6 എന്ന് പ്രൂവ് ചെയ്യാനാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇനി നാലാമത്തെ ചോദ്യം, 2 sin square 3π/4, 2 cos square π/4, 2 sec square π/3 is equal to 10 എന്ന് പ്രൂവ് ചെയ്യണം. സോ LHS എന്ന് തുടങ്ങാം. sin square 3π/4, 2 cos square π/4, 2 sec square π/3, പൈക്ക് വാല്യൂ കൊടുത്തു. കട്ട് ചെയ്യുക. 180 നമ്മൾ നേരത്തെ ചെയ്ത പോലെ 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 4 16, 2 0 4 20 കണ്ടോ, 45 കിട്ടും. ഓക്കെ, ദെൻ 180/4 45 കിട്ടും. ദെൻ 180/3 18ൽ 3 6 വട്ടാണ്, ദെൻ 60 വരും. ഓക്കെ, അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 45 45 45 90 ആണ്, 90 45 135 ആണ്. ഓക്കെ അല്ലേ? ഇനി sin 135 ആദ്യം കാണണം. sin 135 ആദ്യം കാണണം. 180 - 45 ആണ്. നമ്മൾ 180 വെച്ചിട്ട് നോക്കുക കേട്ടോ. പിന്നെ 180 ഇല്ലാന്നുണ്ടെങ്കിൽ 90 നോക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ sin 180 - 45, 180 - 45 ആണ് 135. 180ൽ നിന്ന് 45 കുറക്കുന്നതാണ്. നേരത്തെ അതേ ഇക്വേഷൻ തന്നെ, sin 180 - θ sin θ. സോ sin 180 - 45 sin 45. ഇനി ഇതിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ sin 135 sin square 135ന് പകരം വാല്യൂ കാണാതെ ഞാൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഈ ചോദ്യത്തിൽ. അപ്പോൾ അതാണ് ഞാനൊന്ന് നോക്കിയത്. ആദ്യം നമ്മൾ sin 45ൻ്റെ വാല്യൂ നോക്കിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. sin square 135ന് പകരം sin square 45 എന്ന് കൊടുത്തു. ഇനി 2 × sin square 45, sin 45 കണ്ടാൽ മതി. sin എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ 1/√2ൻ്റെ സ്ക്വയർ. 2 × cos square 45, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതും 1/√2ൻ്റെ സ്ക്വയർ. ഇനി സീക്ക്, ഒരു മിനിറ്റ്, സീക്ക് 60 ആണ്. സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. എന്താണ് കോസ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ 1/2, അതിൻ്റെ റെസിപ്രോക്കൽ 2/1ൻ്റെ സ്ക്വയർ. ഇനി 1ൻ്റെ സ്ക്വയർ 1 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1. ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും. ഇവിടെയും 2ഉം 2ഉം ക്യാൻസൽ ആവും. ദെൻ ബാക്കി ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1. 2 × 4 8. 1 1 2, 2ക്ക് 8 കൂട്ടിയാൽ 10, ആൻഡ് ദാറ്റ് ഈസ് ദ RHS 10 ഉണ്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള ഐഡൻറ്റിറ്റികളോ ഇക്വേഷൻസുകളോ ഒന്നുമില്ല. സംഭവം വളരെ സിമ്പിളാണ്. അടുത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 75 tan 15. ആദ്യം sin 75 ആണ് കാണുന്നത്. 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനെ നമുക്ക് ഇങ്ങനെ എഴുതാം, sin 45 + 30 എന്ന് എഴുതാം. sin 45 + 30. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ഇക്വേഷൻ ആണ് കേട്ടോ. sin x + y ആണ്. എന്താണ് sin of x + y? sin x cos y + cos x sin y. അപ്പോൾ എങ്ങനെ വരും? x എന്ന് പറയുന്നത് 45 ആണ്, y എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ sin 45, x 45ഉം y 30. sin 45 cos 30 + cos 45 sin 30. ഇനി ഈ ടേബിൾ നോക്കിയിട്ടല്ല, ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് വാല്യൂ കൊടുത്താൽ മതി. sin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, സോ 1/√2. ഓക്കെ, ദെൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, സോ ദാറ്റ് ഈസ് √3/2. പ്ലസ് കോസ് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2. sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 1 × √3 √3 ആണ്, 2 × √2 2√2. 1 × 1 1, √2 × 2 2√2. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരേ ഡിനോമിനേറ്റർ എഴുതിയിട്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്യാം. അപ്പോൾ √3 + 1 / 2√2 എന്ന് വരും. ദെൻ tan 15. ഇനി tan 15 ആണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. tan of 45 - 30.
45 30 കുറക്കുന്നതാണ്. ഐഡൻറ്റിറ്റി കൊടുക്കുക. വാട്ട് ഈസ് ടാൻ ഓഫ് എക്സ് മൈനസ് വൈ? ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. എക്സ് 45 ആണ്, വൈ 30 ആണ്, അതിലിട്ട് കൊടുക്കുക. ടാൻ എക്സ് അഥവാ ടാൻ 45 മൈനസ് ടാൻ 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 45 ടാൻ 30 കൊടുത്തു. ടാൻ 45 എന്താ? ടാൻ 45 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/1. ടാൻ 30 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/√3 കൊടുത്തു. അതാണ് 1/1 മൈനസ് 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 45 1/1 ടാൻ 30 1/√3. മുകളിൽ ക്രോസ് ചെയ്യുക. ആദ്യം മുകളിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 1 × √3 മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × √3 1 പ്ലസ് 1 × 1 ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 × 1 1 1 × √3. ഇനി ഡിനോമിനേറ്ററിൽ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 1 × √3 പ്ലസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × √3. ഓക്കെ, ദെൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം രണ്ട് ഫ്രാക്ഷണൽ നമ്പർ ഡിവൈഡ് ചെയ്യാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 പ്ലസ് √3 ബൈ എന്താവും? √3/√3 പ്ലസ് 1 എന്നാവും. √3യും ക്യാൻസൽ ആവും. ദെൻ √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1 കോൺജുഗേറ്റ് പെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിലുള്ള √3 പ്ലസ് 1ൻ്റെ കോൺജുഗേറ്റ് പെയർ അത് √3 മൈനസ് 1 ആണ്, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മുകളിൽ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അഥവാ √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. ഈ രണ്ട് ഐഡൻറ്റിറ്റികളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറും a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയറും. ഇവിടെ മുകളിലേക്ക് നോക്കുക കേട്ടോ. ഇവിടെ √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 ആണ്. അത് √3 മൈനസ് 1ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അത് ഈ ഐഡൻറ്റിറ്റി. ഇവിടെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. അപ്പോൾ അത് ഈ ഐഡൻറ്റിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം a സ്ക്വയർ √3ൻ്റെ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു √3 ഇൻറ്റു ബി എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് ബി സ്ക്വയർ ബി 1 ആണ് അല്ലേ. √3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a എന്ന് പറഞ്ഞാൽ √3 ആണ്, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ a സ്ക്വയർ √3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു √3 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. ദെൻ ഇവിടെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. a എന്ന് പറഞ്ഞാൽ √3, b എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. √3ൻ്റെ സ്ക്വയർ അത് 3 ആണ്. മൈനസ് 2 ഇൻറ്റു √3 2√3 ഇൻറ്റു 1 2√3 1ൻ്റെ സ്ക്വയർ 1. √3ൻ്റെ സ്ക്വയർ 3 1ൻ്റെ സ്ക്വയർ അതാ 1ൻ്റെ സ്ക്വയർ ഇവിടെ 2 എന്നിട്ട് 1ൻ്റെ സ്ക്വയർ 1 കേട്ടോ. 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ഇവിടെ 3 പ്ലസ് 1 4 എന്ന് വരും. 4 മൈനസ് 2 √3 3 മൈനസ് 1 2. രണ്ടിന്ന് ഒരു 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. 2 ഒരു 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. 4 2നെ എടുത്തു. ഇവിടുന്ന് 2 എടുത്തു. 4 2 എടുത്താൽ ബാക്കി ആരുണ്ട്? 2 ഉണ്ട്. ഇവിടുന്ന് 2 പോയാൽ ബാക്കി √3 ഉണ്ട്. എന്നിട്ട് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി ആരുണ്ട്? 2 മൈനസ് √3. അപ്പോൾ ടാൻ 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മൈനസ് √3 ആണ്. ഓക്കെ, ടാൻ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് √3 ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ട്രിഗ്ണോമെട്രിയുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു പ്രൂവ് ദാറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ സൈൻ എക്സ് പ്ലസ് വൈ ഉണ്ട്, കോസ് എക്സ് പ്ലസ് വൈ ഉണ്ട്, ടാൻ എക്സ് പ്ലസ് വൈ ഉണ്ട്. അത് നോക്കുക. എക്സ് മൈനസ് വൈ നോക്കുക. പിന്നെ സൈൻ 180 മൈനസ് തീറ്റ, സൈൻ 180 പ്ലസ് തീറ്റ, അത്തരത്തിലുള്ള ഐഡൻറ്റിറ്റികളൊക്കെ ഉണ്ട്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഒരുപാടുണ്ട്. ആ ഐഡൻറ്റിറ്റികളൊക്കെ നോക്കുക ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you on the next video. Bye bye.